എന്നിട്ട് എങ്ങനെയുണ്ട് ഈ റോഡിൽ കൂടെ യാത്ര എങ്ങനെയുണ്ട്? ഭയങ്കര വെള്ളവും ചെളിയുവാ. അയ്യോ, ഭയങ്കര മഴയാ. ആ ഹാ ഹാ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെരണ സ്റ്റേറ്റ് ബാങ്കിൻ്റെ സമീപത്തുള്ള റോഡിലാണ്. ഈ രണ്ട് റോഡുകളിലും ഇപ്പം മുട്ടിന് മേളിൽ വെള്ളം ഉണ്ട്. ഇതിന് മുന്നിലായി കാണുന്നത് മരുതുക്കാവ് ദേവീക്ഷേത്രം, അതിന് പിന്നിലായി നെരണം മർത്തമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളും. സ്കൂൾ തിങ്കളാഴ്ച തുറക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾ ഈ റോഡിൽ കൂടി നീന്തി വേണം യാത്ര ചെയ്യാൻ. ഒപ്പം ഇവിടെ എത്തുന്ന രക്ഷിതാക്കളും ദുരിതങ്ങൾ അനുഭവിക്കണം. ഇതുകൂടാതെ നാട്ടുകാരുടെ ദുരിതം പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതുമല്ല. ഈ കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ സ്കൂളിലേക്കുള്ള വഴിയെങ്കിലും നന്നാക്കുവാൻ നമ്മുടെ അധികാരികൾ തയ്യാറാകണം. ഏഴോളം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളും ഒപ്പം 5ഓളം വിദ്യാഭ്യാസ സ്ഥാപനവും അതിനുകൂടെ 3ഓളം ആരാധനാലയവുമുള്ള നെരണത്തെ അവസ്ഥയാണ് ഇത്. ഈ റോഡിപ്പോൾ ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാൽനട യാത്രക്കാർക്കും ഒപ്പം ചെറു വാഹനക്കാർക്കും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഏഴോളം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളും 5ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒപ്പം 3 ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന നെരണത്തെ അവസ്ഥയാണ് ഇത്. ഈ റോഡ് മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒരു മഴ പെയ്താൽ ഈ റോഡ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. കാൽനട യാത്രക്കാർക്കും ഒപ്പം ഇരുചക്ര വാഹനക്കാർക്കും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ വീണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അതിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. വൻ അപകടങ്ങളിൽ നിന്നും ഈ ദുരന്തത്തിൽ നിന്നും നാട്ടുകാരെ ഒഴിവാക്കുവാൻ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം. ത്രിതല പഞ്ചായത്ത് സംവിധാനവും MLAയും MP യും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇവരാരും ഇവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രം. സുഖമായിട്ടുള്ള യാത്രയില്ലയോ, കണ്ടില്ലയോ? ഇനിയിപ്പം ഇത് തുടങ്ങിയത് പോലുമില്ല മഴ. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം കാലവർഷം കൂടെ ആകുമ്പോൾ എന്തുമായിരിക്കും.